ബി.ജെ.പിയിലെ വിവാദ നായികയും എം.പിയുമായ കങ്കണ റണാവത്ത് വീണ്ടും ഒരു വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുകയാണ്. ഗാന്ധി ജയന്തി ദിനത്തിൽ ബി.ജെ.പി എം.പിയും ബോളിവുഡ് നടിയുമായ കങ്കണ റണാവത്ത് കുറിച്ചിട്ട ഒരു പോസ്റ്റാണ് ഇത്തവണ വിവാദത്തിലായത്. രാഷ്ട്രത്തിന് പിതാവില്ലെന്നും എല്ലാവരും ഭാരതമാതാവിന്റെ മക്കളാണെന്നുമായിരുന്നു കങ്കണയുടെ ഇൻസ്റ്റഗ്രാം സ്റ്റോറി. ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ 120-ാം ജന്മദിനത്തിൽ അദ്ദേഹത്തിന്റെ ചിത്രം പങ്കുവച്ചായിരുന്നു കങ്കണയുടെ ഈ വിവാദ പോസ്റ്റ്. ഒക്ടോബർ 2-ന് ഗാന്ധി ജയന്തിയോടൊപ്പം തന്നെയാണ് ലാൽ ബഹദൂർ ശാസ്ത്രിയുടെയും ജന്മദിനം. തുടർന്ന് പങ്കുവച്ച മറ്റൊരു പോസ്റ്റിൽ മഹാത്മാഗാന്ധിയുടെ പാരമ്പര്യം പിന്തുടരുന്നതിൽ നരേന്ദ്രമോദിക്ക് നന്ദിയും കങ്കണ പറഞ്ഞിട്ടുണ്ട്. പോസ്റ്റ് പുറത്തു വന്നതിന് പിന്നാലെ കങ്കണയ്ക്കെതിരെ വിമർശനവുമായി കോൺഗ്രസ് രംഗത്തെത്തി. കങ്കണ മഹാത്മാഗാന്ധിയെ അപമാനിക്കുകയാണ് ചെയ്തതെന്ന് കോൺഗ്രസ് ആരോപിച്ചതോടെ വിവാദം കടുത്തു. ഗോഡ്സെയുടെ ആരാധകർക്ക് ബാപ്പുവും ലാൽ ബഹദൂർ ശാസ്ത്രിയും തമ്മിലുള്ള വ്യത്യാസമറിയില്ല. രാഷ്ട്രത്തിന് പിതാവുണ്ട്, മക്കളുണ്ട്, രക്തസാക്ഷികളുണ്ട്. ഇവരെല്ലാവരും തന്നെ ബഹുമാനം അർഹിക്കുന്നവരാണെന്നാണ് കോൺഗ്രസിന്റെ വാദം. കങ്കണയുടെ പ്രസ്താവനയെ വിമർശിച്ച് സ്വന്തം പാളയത്തിൽ നിന്നും ഇത്തവണ ആളുകളെത്തി. മനോരഞ്ജൻ കലിയെയാണ് കങ്കണയുടെ പ്രസ്താവനയെ വിമർശിച്ചെത്തിയ ബി.ജെ.പി നേതാവ്. ഗാന്ധിജിയുടെ 155-ാം ജന്മവാർഷിക ദിനത്തിൽ കങ്കണ നടത്തിയ പ്രതികരണത്തെ അപലപിക്കുകയാണ്. രാഷ്ട്രീയത്തിൽ ചെറിയ കാലം കൊണ്ട് തന്നെ വിവാദ പ്രസ്താവനകൾ നടത്തുകയെന്നത് കങ്കണ ശീലമാക്കിയിരിക്കുകയാണെന്നും അദ്ദേഹം വിമർശിച്ചു. ജൂണിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഹിമാചൽ പ്രദേശിലെ മാണ്ഡി ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും കങ്കണ റണാവത്ത് വിജയിച്ചിരുന്നു. നേരത്തെ വിവാദമായ കാർഷിക നിയമങ്ങൾ വീണ്ടും കൊണ്ടുവരണമെന്ന ആവശ്യം കങ്കണ ഉന്നയിച്ചതും വിവാദത്തിന് കാരണമായിരുന്നു.